الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിച്ചു തുടങ്ങുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ രചിച്ച സലാസത്തുൽ ഉസൂൽ അൽ ഉസൂലു സലാസ വ അദില്ലത്തുഹ എന്ന വളരെ ഹ്രസ്വമായ ചെറുകൃതിയാണ് ഇൻഷാ അല്ലാഹ് വായിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ അതിൻ്റെ വിവരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഇതിന് ധാരാളം ഉലമാക്കൾ ശർഹ് നൽകിയിട്ടുണ്ട്. വളരെ ലളിതവും അതേപോലെ തന്നെ ചുരുങ്ങിയതുമായ ഒരു ഷറഹാണ് ഷെയ്ഖ് ഹൈസം ബിൻ മുഹമ്മദ് ജമീൽ സർഹാൻ ഹഫിളഹുല്ലാ രചിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഷർഹാണ്. ഷെയ്ഖ് മസ്ജിദ് നബവിയിലെ ഒരു മുൻ മുദരിസായിരുന്നു. ധാരാളം ദഅവ മേഖലയിലെ ഗ്രന്ഥങ്ങളും അതേപോലെ തന്നെ സേവനങ്ങളും ചെയ്തിരിക്കുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഇതിനെ വളരെ ഹ്രസ്വമായിക്കൊണ്ട് എന്നാൽ ലളിതമായ ഭാഷയിൽ ഷർഹ് ചെയ്തിട്ടുണ്ട്. അതിനെ അവലംബിച്ചുകൊണ്ടാണ് ഇൻഷാ നമ്മുടെ ദർസ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ബിസ്മിയും ഹംദും സ്വലാത്തും എല്ലാം പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഷാരിഹ് ഷെയ്ഖ് ഹൈസം സർഹാൻ ഹഫിളഹുല്ലാ ഇതിന് മുഖദ്ദിമ നൽകുന്നുണ്ട്. ഇതിൻ്റെ വിവരണത്തിലേക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് അതിൽ ഒന്നാമതായി പറയുന്നത് ഈ മത്തനിൻ്റെ ഗ്രന്ഥത്തിൻ്റെ രചയിതാവിനെ സംബന്ധിച്ചാണ്. ഷെയ്ഖുൽ ഇസ്ലാം വ മുജദ്ദിദു ദഅവത്തി തൗഹീദ് അൽ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ അത്തമീമി ആണ് ഇത് രചിച്ചത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയാണ് ഇത് രചിച്ചത്. അദ്ദേഹത്തിന് അബുൽ ഹുസൈൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുനിയത്ത്. ഹുസൈനിൻ്റെ ഉപ്പയാണ്. ഷെയ്ഖ് അവറുകളുടെ മക്കളെല്ലാം തന്നെ പ്രത്യേകത പ്രവാചക കുടുംബത്തിലെ ആളുകളുടെ നാമമാണ് ഷെയ്ഖ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ എല്ലാ മക്കൾക്കും നൽകിയിരിക്കുന്നത്, ആൺമക്കൾക്കും പെൺമക്കൾക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവിടുത്തെ കുടുംബത്തോടുമുള്ള സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ഭാഗമായിട്ടാണ് അത് എന്ന് ഉലമാക്കൾ വിശദീകരിക്കുന്നത് കാണാം. ഉയൈന എന്ന പ്രദേശത്ത് 1115 ഹിജറയിലാണ് അദ്ദേഹം ജനിച്ചത്. ദർഇയ്യയിൽ
മരണപ്പെടുമ്പോൾ 1206 ഷേഖ് അവറുകൾ മരിക്കുന്നത്. വളരെ ഹ്രസ്വമായി കൊണ്ട് ഉള്ള ചെറിയൊരു വിവരണമാണ് നൽകിയത് മുസന്നിഫിനെ കുറിച്ച്. നമ്മൾ ധാരാളം ഷേഖിൻ്റെ തർജുമകൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ വിശാലമായി ഇതിൽ പരാമർശിക്കുന്നില്ല. രണ്ടാമതായി ഇതിൽ കൊണ്ടുവരുന്ന കാര്യം, എന്തിനാണ് നമ്മൾ തൗഹീദുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള വിഷയങ്ങൾ പഠിക്കുന്നത് എന്നതിന് ചില മറുപടികൾ ഇതിൻ്റെ ഷാരിഹ് നൽകുന്നുണ്ട്. ഒന്നാമതായിട്ട് ലിഅന്നല്ലാഹ ഖലഖനാ മിൻ അജ്ലി, തൗഹീദ് സ്ഥാപിക്കപ്പെടാൻ, അത് പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ, ഇതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് തൗഹീദ് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം, അതിന് ഏറ്റവും ഒന്നാമത്തെ പ്രാധാന്യം. അതിനാണ് അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ലാ യഖ്ബലുല്ലാഹു അയ്യ അമലിൻ ഇല്ലാ ബിഹി, മനുഷ്യൻ എന്ത് പ്രവൃത്തി ചെയ്താലും, ചെറുതാകട്ടെ വലുതാകട്ടെ, അതിനെത്ര സമ്പത്ത് ചെലവഴിക്കട്ടെ, ആരോഗ്യം ചെലവഴിക്കട്ടെ, സമയം ചെലവഴിക്കട്ടെ, മനുഷ്യൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകണമെങ്കിൽ തൗഹീദ് കൂടിയേ തീരും. തൗഹീദ് ഇല്ലാത്ത ആളുകളുടെ പ്രവൃത്തികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ സ്വീകരിക്കുകയില്ല. അത് പൂർണ്ണമായും തള്ളിക്കളയും, കാലാകാല നരകത്തിൻ്റെ അവകാശികളുമായിരിക്കും. അപ്പോൾ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല തൗഹീദ് ഇല്ലാതെ. അതുകൊണ്ട് തൗഹീദ് പഠിക്കേണ്ടതുണ്ട്. മറ്റൊരു കാരണം പറയുന്നത്, ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുവഹിദുൻ, മുവഹിദ് അല്ലാതെ, തൗഹീദ് ഉള്ളവനല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമെല്ലാം ഇതിന് ധാരാളം തെളിവുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. മുവഹിദ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. തൗഹീദ് ഇല്ലാത്ത ആളുകൾ സ്വർഗപ്രവേശനത്തിന് അർഹരല്ല എന്നതാണ്. മറ്റൊരു കാരണം, സബബുൻ ലിതക്സീരിൽ ഹസനാത്ത്, ധാരാളം നന്മകൾ വർദ്ധിക്കുന്നതിനുള്ള കാരണമാണ് തൗഹീദ് പഠിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ കുറിച്ചുള്ള പഠനമാണത്. ഏതൊരു വിഷയത്തിൻ്റെയും മഹത്വം ആ പഠിക്കപ്പെടുന്ന വിഷയത്തിൻ്റെ മഹത്വം അനുസരിച്ചാണ്. അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്, പരാമർശിക്കപ്പെടുന്നത്, ദിക്ർ ചെയ്യുന്നത്, ഇത് വലിയ പുണ്യകരമായ കാര്യമാണ്. അപ്പോൾ ഒരാളുടെ ഹസനാത്തുകൾ, നന്മകൾ വർദ്ധിക്കാൻ കാരണമാകും തൗഹീദിനെ കുറിച്ചുള്ള പഠനം. അതേപോലെ സബബുൽ ലിതക്ഫീരി സയ്യിആത്ത്, പാപങ്ങൾ മായ്ക്കപ്പെടാൻ എന്ത് ചെയ്യും, തൗഹീദ് കാരണമാകും. വളരെ ദീർഘമായ ഹദീസുകൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. എത്ര വലിയ പാപങ്ങൾ ചെയ്ത ആളുകൾക്കും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ ഫض്ല് കൊണ്ട് തൗഹീദ് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്തേക്കാം, അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. അതല്ലെങ്കിൽ ഒരു പക്ഷെ ശിക്ഷ ഏൽക്കേണ്ടി വന്നാൽ തന്നെയും അവൻ എന്ത് ചെയ്യും, പാപമോചനം നൽകപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കും തൗഹീദുള്ളവനെ സംബന്ധിച്ചിടത്തോളം. മറ്റൊരു കാരണം, സബബുൽ ലിൽ ഹിദായത്തി വസ്തിഖറാറിൽ അംന്, ഹിദായത്ത് കരഗതമാകാൻ കാരണമാണ് തൗഹീദിന്റെ പഠനം. അതേപോലെ ഒരാളുടെ ജീവിതത്തിൽ നിർഭയത്വം ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം തൗഹീദാണ്. ആയാത്തുകളും ഹദീസുകളും എല്ലാം ഈ വിഷയത്തിലുണ്ട്. ഇവിടെ ചുരുങ്ങിയ പോയിന്റുകളാണ് വിശദീകരിക്കുന്നത്. ഒരാൾ യഥാവിധം അവൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴി കണ്ടെത്താൻ സഹായകരമാണെന്ത്, തൗഹീദ്. അതുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അള്ളാഹു ഒന്നാമതായി പഠിപ്പിക്കുന്നത് എന്താ, തൗഹീദാണ്. കാരണം അവൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളതിന് ഏറ്റവും നല്ല വഴികാട്ടി, ഹിദായത്ത് ലഭിക്കാനുള്ള കാരണം തൗഹീദാണ്. അതേപോലെ അമ്ന് ലഭിക്കാൻ, നിർഭയത്വം ലഭിക്കാനും അത് കാരണമാകും. മറ്റൊരു കാരണം സബബുൽ തുമഅനീന, ശാന്തി ലഭിക്കാൻ, സമാധാനം ലഭിക്കാനുള്ള കാരണമാണ് തൗഹീദ്. മറ്റൊന്ന് സബബുൽ ഷഫാഅത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിന്, ശുപാർശയ്ക്ക് കാരണമാകും തൗഹീദ് ഉണ്ടെങ്കിൽ. ആരാണോ നിഷ്കളങ്കമായി തൗഹീദ് പ്രഖ്യാപിക്കുന്നവൻ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് കിട്ടും എന്ന ഹദീസുകളുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ്, 8 കാരണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, തൗഹീദ് പഠിക്കുന്നത്. ഇതിൻ്റെ ആമുഖത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഷാരിഹ് കൊണ്ടുവന്നിരിക്കുന്നത്, എന്തിനാണ് ഈ ഗ്രന്ഥം തിരഞ്ഞെടുക്കുന്നത്. തൗഹീദ് പഠിക്കാൻ വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ ആധുനികരായ ഉലമാക്കൾ പ്രാഥമികമായി നൽകുന്ന, പ്രഥമമായി നൽകുന്ന ഗ്രന്ഥം ഏതാണ്, ഉസൂലു സലാസ എന്നുള്ളതാണ്.
എന്തുകൊണ്ടാണ് ഇതിനെ തെരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി മുസന്നിഫ് നൽകുന്നത് എങ്ങനെയാണ്? ഇഅ്തിനാഉ സലഫിനാ സ്വാലിഹ് വഉലമാഇനാ മിൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ ബിഹാദൽ മത്നിൽ മുബാറക്. നമ്മുടെ മുൻകഴിഞ്ഞ ഉലമാക്കൾ, ഷേഖ് അവർകൾ ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനാണ്. അപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പുള്ള ഉലമാക്കൾ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, അവരെല്ലാം എന്ത് ചെയ്യുന്നു? ഈ അനുഗ്രഹീതമായ മത്തിനെ അവര് പരിഗണിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ അവർ പരിഗണിക്കുകയും അതിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ലിമാ ഫീഹി മിനൻ നഫ്ഇ വൽ ഫവായിദിൽ അദീമ. കാരണം ഈ ഗ്രന്ഥത്തിൽ ധാരാളം പ്രയോജനങ്ങളുണ്ട്, വലിയ നേട്ടങ്ങൾ ഇത് മുഖേന ഒരാൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അല്ലത്തി ജഅലതുഹു ഖാഇദതൻ യൻതലിഖു മിൻഹാ ത്വാലിബുൽ ഇൽമി വയബ്നി അലൈഹാ തഹ്സീലഹുൽ ഇൽമി അശ്ശറഈ. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിത്തറയാണെന്ത്? ഈ ഗ്രന്ഥം. ഒരു വിദ്യാർത്ഥിക്ക് അവൻ്റെ പഠനത്തെ കെട്ടിപ്പടുക്കാൻ കായികയായിട്ട്, അടിത്തറയായിട്ട് എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? ഇത് നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. ഉലമാക്കൾ ഇതിനെ നിശ്ചയിച്ചിരിക്കുകയാണ്. അതിൻ്റെ മേലെ അവൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ ഇൽമിൻ്റെ പടവ് പടുത്തുയർത്തുന്നു. ഫനഹ്നു നതഅസ്സാ ബിഹിം വനഖ്തു ഖുത്വഹും ഫീ ഹാദൽ മൻഹജ്. അതുകൊണ്ട് ഉലമാക്കൾ കാണിച്ചു തന്ന ആ പാത നമ്മൾ എന്ത് ചെയ്യാണ്? പിന്തുടരുകയാണ്. അവരുടെ സ്റ്റെപ്പുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്തുടരുന്നു. ഒരാൾക്ക് വളരെ സുവ്യക്തമായി, ലളിതമായി ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കായികകൾ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ഗ്രന്ഥമായിട്ട് ഉലമാക്കൾ കാണിച്ചു തന്നു എന്നുള്ളതിനാൽ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇത് ശരീഅത്തിന്റെ, ദീനിന്റെ ഇൽമു പഠിക്കുന്ന, അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല. മുസന്നിഫ് പറയുന്നു, കമാ അന്ന അവാമ്മൻ നാസ് അയ്ളൻ ലാ ഗിനാ ലഹും അൻ ദിറാസത്തി ഹാദൽ മത്ൻ. പൊതുജനങ്ങൾ വരെയും അവർ ഇതിനെ തൊട്ട് ധന്യരല്ല. ഇത് അവർക്കും വളരെ അത്യാവശ്യമായ ഒരു മത്നാണ്, ഒരു ഗ്രന്ഥമാണ്. وما يحتويه من الأسس التي لا بد له أن يؤمن بها إيمانا جازما لا يحتمل الريب والشك. ഇതിൽ അടങ്ങിയിരിക്കുന്നതായ അടിസ്ഥാനങ്ങൾ അത് നിർബന്ധമായും വിശ്വസിച്ചിരിക്കണം. ഉറച്ച വിശ്വാസം ഏതൊരു വിശ്വാസിയും ഉണ്ടായിരിക്കണം. ഇതിൽ പറയുന്ന അടിസ്ഥാന കാര്യങ്ങളെ സംബന്ധിച്ച് യാതൊരു സംശയവും ത്തിനും ഇടയില്ലാത്ത രീതിയിൽ വിശ്വസിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും എന്ത് ചെയ്യേണ്ടതുണ്ട്? അനിവാര്യമായി പഠിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് ഇത് എന്നുള്ളതിനാലാണ് ഇതിനെ ആദ്യമായിട്ട് തന്നെ തിരഞ്ഞെടുക്കാൻ ഉലമാക്കളെ പ്രേരിപ്പിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ ആമുഖത്തിൽ ഉണർത്തുന്നത്, ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഈ ഗ്രന്ഥം അൽ ഉസൂൽ സലാസ എന്നുള്ള ഗ്രന്ഥം, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റുള്ള ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം വ്യതിരിക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് ആളുകൾ കൂടുതൽ പഠിക്കാനും പ്രചരിപ്പിക്കാനും വലിയ സ്വീകാര്യത ഇതിന് ലഭിക്കാനുമുള്ള ചില കാരണങ്ങളുണ്ട്. എന്താണ് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളുടെ പ്രത്യേകത എന്നുകൂടി വിവരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ സുഹൂല വൽ വുദൂഹ്. വളരെ ലളിതമാണ്. ഷെയ്ഖുൽ ഇസ്ലാം രചിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങൾ വളരെ ലളിതമാണ്, വാളിഹാണ്, വ്യക്തമാണ്. അതിലെന്തില്ല? കെട്ടിക്കൊടുക്കുകളില്ല. ഒരു കാലത്ത് ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും, ചർച്ചകളും, ഫിലോസഫിയും ഇൽമുൽ കലാമും എല്ലാം കൂട്ടിക്കുഴച്ച് ആളുകൾക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ പ്രയാസകരമാക്കി തീർത്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വിപരീതമായി കൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് ഉള്ള അഖീദ വളരെ ലളിതമായി കൊണ്ട്, വ്യക്തമായി കൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്? വിവരിക്കുന്നുണ്ട്. അതിന് ഷെയ്ഖിനെ പ്രേരിപ്പിച്ച പല ഘടകങ്ങളുണ്ട്. അതിലൊന്ന്, സമൂഹത്തിൽ പൊതുജനങ്ങളടക്കം ധാരാളമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? വ്യതിചലിച്ചിരിക്കുകയാണ്. തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച ഒരു സമൂഹത്തിലേക്ക് അവരെ തൗഹീദ് പഠിപ്പിക്കാൻ ഏറ്റവും ലളിതമായ ഭാഷ ഉപയോഗിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെയും ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെയും എല്ലാം ഗ്രന്ഥങ്ങളുടെ സ്വാധീനവും എല്ലാം എന്തുണ്ട്? അതിലുണ്ട് എന്ന് ഉലമാക്കൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കാരണം. വളരെ ലളിതമാണ്, വ്യക്തമാണ്, കാര്യങ്ങൾ കെട്ടിക്കൊടുക്കില്ലാത്തതായ പ്രയോഗങ്ങളാണ്. മറ്റൊന്ന്, ദിക്രിൽ മസായിലി മഖ്റൂനത്തൻ ബിദ്ദലീൽ. ഇതിൽ പറയുന്ന ഏതൊരു മസാലയും
ഏതൊരു വിഷയവും അത് കേവലം ഒരഭിപ്രായമായിട്ട് രേഖപ്പെടുത്തലല്ല. ഇന്ന് കാര്യം പറഞ്ഞാൽ അതിനുള്ള തെളിവുന്നതാണ് എന്ത് ചെയ്യും, ദലീലുകളോട് അദില്ലത്തുകളോട് ചേർത്തുകൊണ്ടാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, ഓരോ വിഷയങ്ങളും പരാമർശിക്കുന്നത്. ശൈഖുൽ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊരു പ്രത്യേകത, യജ്മഉൽ മസായില വയുറത്തിബഹ വയദ്കുറു ലഹ അദദൻ. ഷേഖ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വിഷയങ്ങൾ അതിനെ ക്രോഡീകരിക്കുന്നു, അതിനെ ക്രമീകരിക്കുന്നു. അങ്ങനെ ക്രമീകരിക്കുമ്പോൾ അതിൽ ചില എണ്ണങ്ങളെല്ലാം പറയും. ഉദാഹരണം പറഞ്ഞാൽ 4 ഖായിദകൾ, അതേപോലെ തന്നെ 3 ഖായിദകൾ, 3 മസ്അലകൾ, ഇങ്ങനെ എണ്ണം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു, അതിനെ ക്രമീകരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ആളുകൾക്ക് പഠിക്കാൻ എളുപ്പമാണ്, ഓർമ്മയിൽ തങ്ങി നിൽക്കാൻ. അഖീദയുമായി ബന്ധപ്പെട്ട 3 തത്വങ്ങളാണോ ഉള്ളൂ? അല്ല. അല്ലെങ്കിൽ 4 അടിസ്ഥാന ഘടകങ്ങളാണോ ഉള്ളത്? അല്ല. ധാരാളം ഖായിദകളുണ്ട്, ഉസൂലുകളുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലതിന് എന്ത് ചെയ്യും, ഇങ്ങനെ എണ്ണി പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിൽ ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്, ക്രമമായിട്ട് പഠിക്കാനുമെല്ലാം എളുപ്പമാണ്. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകത, അൽ ഇക്സാരി മിന ദുആഇ ലിൽ ഖാരിഇ വൽ മുസ്തമിഇ ലിമുഅല്ലഫാതിഹി. ഇത് വായിക്കുന്ന ആളുകൾക്ക്, കേൾക്കുന്ന ആളുകൾക്ക് എല്ലാം വേണ്ടിയിട്ട്, ഷേഖിന്റെ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ്. അത് വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഷേഖ് ധാരാളം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആരോടാണോ അഭിസംബോധന ചെയ്യുന്നത്, അവർ വായിക്കുമ്പോൾ അവർക്കെല്ലാം എന്ത് ചെയ്യാണ്, ഷേഖിന്റെ പ്രാർത്ഥനയ്ക്ക് അവർ അർഹരായിത്തീരുന്നുണ്ട്. ഈ ഗ്രന്ഥങ്ങളിൽ ഉടനീളം എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വായിക്കുന്ന ആളുകൾക്ക് വേണ്ടി, പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഷേഖ് അവർ. അത് ലഭിക്കാനും എന്ത് ചെയ്യും, ഇടയായിത്തീരും. ഇങ്ങനെ പ്രധാനപ്പെട്ട 4 കാരണങ്ങളാണ് ഷൈഖുൽ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ, ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, വ്യതിരിക്തമാകാനുള്ളത് എന്ന് ഇതിൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത്, ഈ അൽ ഉസൂൽ സലാസ എന്ന ഗ്രന്ഥത്തിന്റെ ഒരു പരിചയപ്പെടുത്തലാണ് മുഖദ്ദമയിൽ പിന്നീട് കൊണ്ടുവരുന്നത്. അൽ ഉസൂലു സലാസതു ബിഖ്തിസാരിൻ ഹിയ അസ്ഇലത്തുൽ ഖബ്രി സലാസ. ഉസൂൽ സലാസ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു മനുഷ്യനെ മരണത്തിന് ശേഷം ഖബറിൽ കൊണ്ടുവയ്ക്കപ്പെട്ടാൽ ചോദിക്കുന്ന 3 ചോദ്യങ്ങളാണ് ഇവിടെ 3 അടിസ്ഥാനങ്ങളായിട്ട് എന്ത് ചെയ്യണത്, കൊണ്ടുവന്നിരിക്കുന്നത്. മൻ റബ്ബുക, മാ ദീനുക, മൻ നബിയുക. ഇതാണ് ഈ ചോദ്യങ്ങൾ. ഇത് വളരെ പ്രാധാന്യമുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ശരീഅത്ത് ഈ 3 കാര്യങ്ങളും നിരന്തരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതത്തിലുള്ള ദിക്റുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇത് റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ. എൻ്റെ റബ്ബ് അല്ലാഹുവാണ്, എൻ്റെ ദീനുൽ ഇസ്ലാമാണ്, നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് ഓരോ ദിവസവും പ്രഭാതത്തിൽ പറയാൻ നബി ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ ബാങ്കിന്റെ വേളയിലും ഇത് പറയാൻ വേറെയും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിരന്തരം ഒരു മനുഷ്യനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണിത്. മരിച്ചു കഴിഞ്ഞാൽ അവനുണ്ടാകുന്ന വലിയൊരു ഫിത്നയാണിത്, ഖബറിലെ ഫിത്ന. അവിടെ ചോദിക്കുന്ന ചോദ്യത്തിന് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഉത്തരം പറയേണ്ടതുണ്ട്. അപ്പൊ ഇതിനെയാണ് മുസന്നിഫ് എന്ത് ചെയ്തിരിക്കുന്നത്. ഇതിന് ശർഹ് ചെയ്ത പല ഉലമാക്കളും പറയുന്നുണ്ട്, ഇത് ഷൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അല്ലാഹു നൽകിയൊരു ഫളലാണ്, ശ്രേഷ്ഠതയാണ്. ധാരാളം മുൻഗാമികളായ പണ്ഡിതന്മാർ മഹത്തരങ്ങളായ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, ധാരാളം ഇൽമുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും. പക്ഷെ ഈ ഒരു ചിന്ത, ഈ ഒരു രീതിയിൽ ക്രോഡീകരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു കൊടുത്തതാർക്കാണ്? ഷൈഖുൽ ഇസ്ലാമിനാണ്. ഈ 3 കാര്യങ്ങൾ വളരെ സുന്ദരമായിട്ട് എന്ത് ചെയ്തു, ഈ ഗ്രന്ഥത്തിൽ മുസന്നിഫ് എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ചുരുക്കം. ഈ 3 ചോദ്യങ്ങൾക്കുള്ളതായ ശരിയായ ഉത്തരമാണ്. മറ്റൊരു കാര്യം ഇതിൽ ഉണർത്തുന്നത്, ഈ ഉസൂൽ സലാസ എന്നുള്ള ഗ്രന്ഥം പഠിക്കുന്നത് മുഖേന എന്ത് നേട്ടമാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഫലം എന്താണെന്നുള്ളതാണ്. അന്നക ഇദാ തഅല്ലംതൽ ഉസൂല സലാസ, നീ ഈ 3 അടിസ്ഥാന തത്വങ്ങൾ പഠിച്ചാൽ, പഠിക്കുക മാത്രമല്ല സുമ്മ അമിൽത ബിഹ, അതുകൊണ്ട് അമൽ ചെയ്യുകയും ചെയ്താൽ,
സുമ്മ ദഅൗത ഇലൈഹ, പഠിക്കുന്നു, അത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുന്നു, അതിലേക്ക് നീ എന്ത് ചെയ്യുന്നു, ആളുകൾ ദഅവത്ത് ചെയ്യുന്നു, അതും നീ ചെയ്താൽ സുമ്മ സബർത അലൽ ഇൽമി വൽ അമലി വദ്ദഅവ, ഇൽമു പഠിക്കുന്ന കാര്യത്തിൽ, അതേപോലെ തന്നെ അതിനെ അമലാക്കുന്ന കാര്യത്തിൽ, അതിലേക്ക് ക്ഷണിക്കുന്ന കാര്യത്തിൽ, 3 കാര്യത്തിൽ നീ എന്ത് ചെയ്താൽ ക്ഷമയും അവലംബിച്ചാൽ. 3ലും ക്ഷമ അനിവാര്യമാണ്. ഇൽമു പഠിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. അത് എന്താണ്, മടിയും അലസതയും എല്ലാം മാറ്റിവെക്കേണ്ട കാര്യമാണ്. ഷൈത്വാൻ ഒരു മനുഷ്യനെ കെണിയിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ത്വലബുൽ ഇൽമ്. എന്ത് ചെയ്യും, അതിൽ ധാരാളം പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ ഷൈത്വാൻ എന്ത് ചെയ്യും, സൃഷ്ടിക്കും. കാരണം ഏറ്റവും ഉലമാക്കൾ പറയുന്നത് കാണാം, ഈ ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ ജിഹാദ് എന്താണ്, ഇൽമു പഠിക്കലാണ്, ത്വലബുൽ ഇൽമാണ്. ജിഹാദ് ഷൈത്വാനെ വലിയ രീതിയിൽ ക്ഷീണിപ്പിക്കുന്നതാണ്, അള്ളാഹുവിന്റെ ശത്രുക്കൾ ക്ഷീണിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള ഒരു മനുഷ്യന്റെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ എന്ത് ചെയ്യും, ഷൈത്വാൻ കിണഞ്ഞു പരിശ്രമിക്കും. അതുകൊണ്ട് ആ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, നല്ല ക്ഷമ അനിവാര്യമാണ്. പഠിച്ച കാര്യം പ്രാവർത്തികമാക്കണമെങ്കിലും നല്ല ക്ഷമ വേണം. അതിലേക്ക് ദഅവത്ത് ചെയ്യാനും ക്ഷമ അനിവാര്യമാണ്. ഇങ്ങനെ ഈ 4 കാര്യങ്ങൾ നീ ചെയ്താൽ, പഠിക്കുകയും പ്രവർത്തിക്കുകയും ദഅവത്ത് ചെയ്യുകയും ക്ഷമ അവലംബിക്കുകയും ചെയ്താൽ, അജബ്ത ബിഇദ്നില്ലാഹി അൻ അസ്ഇലത്തിൽ ഖബർ, നിനക്ക് ഖബറിലുള്ള ഈ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മറുപടി പറയാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ നേട്ടമായി കൊണ്ട് മുസന്നിഫ് ഹഫിളഹുല്ലാ, ഇതിൻ്റെ ഷാരിഹ് പറയുന്ന കാര്യം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുഖദ്ദിമയിൽ. വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താണ് ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടന്റുകൾ, അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നതുകൂടി വിവരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ 5 പാർട്ടായിട്ട് ഇതിന് വേർതിരിച്ചിരിക്കുകയാണ്. അതിൽ ഒന്ന് അൽ മസായിലുൽ അർബ, 4 മസ്അലകൾ ആദ്യം പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ അസ്റിനെ ബേസ് ചെയ്തുകൊണ്ട് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത് അൽ മസായിലു സലാസ്, 3 മസ്അലകൾ പറയുന്നുണ്ട്. അത് അഖ്സാമു തൗഹീദുമായി ബന്ധപ്പെട്ടിട്ടാണ്. തൗഹീദിന്റെ ഇനങ്ങളുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം പിന്നീട് മൂന്നാമതായിട്ട് ഇതിൽ കൊണ്ടുവരുന്നത് അഹമ്മിയത്തു ദിറാസത്തി തൗഹീദ്, തൗഹീദ് പഠിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. 4മത്തേതാണ് നമ്മുടെ പ്രധാന വിഷയമായ അൽ ഉസൂലു സലാസ, ഖബറിലെ ചോദ്യവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അതിനുശേഷം 5മത് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ, ഇതിൻ്റെ സമാപനവും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗ്രന്ഥത്തിൽ നൽകുന്നുണ്ട്. അങ്ങനെ 5 പാർട്ടായിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, വേർതിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ 5 കാര്യങ്ങളും ഒരൊറ്റ പേജിൽ ഹ്രസ്വമായി ഇതിൻ്റെ ഷാരിഹ് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയ്ഖ് സർഹാൻ ഹഫിളഹുല്ലാ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അധ്യാപനത്തിൻ്റെ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ സ്വീകരിക്കുന്ന ഒരു വളരെ എളുപ്പമായ മാർഗമാണ്. വലിയ ധാരാളം കാര്യങ്ങളുള്ള വിഷയത്തെ ഒന്ന് വളരെ ചുരുക്കി എന്ത് ചെയ്യുക, ആദ്യം മനസ്സിലാക്കുക, അതിനുശേഷം അതിൻ്റെ വിശാലമായ കാര്യങ്ങളിലേക്ക് കടക്കുക. ആ രീതിയിൽ ഈ ഗ്രന്ഥത്തിൽ പരാമർശിച്ച എല്ലാ കാര്യങ്ങളും ഒറ്റ പേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഷാരിഹ് ഷെയ്ഖ് ഹൈസം സർഹാൻ കൊണ്ടുവരുന്നുണ്ട്. അതിലിങ്ങനെയാണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞ അൽ മസായിലുൽ അർബ, 4 മസ്അലകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അൽ ഇൽമു പഠിക്കലാണ്, വൽ അമലു ബിഹി അത് പ്രവർത്തിക്കലാണ്, അദ്ദഅവതു ഇലൈഹി അതിലേക്ക് ക്ഷണിക്കലാണ്, അസ്സബ്റു അലൽ അദാഫി അതിൽ ക്ഷമ അവലംബിക്കലാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ വിശാലമായി ഓരോ മേഖലയിലേക്കും വരും. ഇതിൻ്റെ ആകത്തുക എന്താണെന്ന് ഒരു എന്ത് ചെയ്യാൻ മനസ്സിലൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. രണ്ടാമത് പറഞ്ഞ അൽ മസായിലു സലാസ, അതിൽ പറയുന്നത് തൗഹീദുർ റുബൂബിയ്യത്ത് പറയുന്നുണ്ട്, അതുപോലെ വൽ അസ്മാഇ വസ്സിഫാത്ത്, തൗഹീദുൽ ഉലൂഹിയ്യ, അതേപോലെ തന്നെ അൽ ബറാഅത്തു മിന ശിർക്ക് വ അഹ്ലി, ശിർക്കിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നുമുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അവരോട് സ്വീകരിക്കേണ്ട നിലപാടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഇതാണ് 3 മസ്അല. ഒന്നാമത്തെ മസ്അലയിൽ തൗഹീദുർ റുബൂബിയ്യത്തി വൽ അസ്മാഇ വസ്സിഫാത്ത് പറയുന്നു, രണ്ടാമത്തേതിൽ തൗഹീദുൽ ഉലൂഹിയ്യ പറയുന്നു, മൂന്നാമത്തെ അൽ ബറാഅത്തു മിന ശിർക്ക് വ അഹ്ലി. അതിനുശേഷം തൗഹീദ് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്, എന്തിനാണ് നമ്മൾ തൗഹീദ് പഠിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വിവരിക്കുന്നു. ശേഷം അൽ ഉസൂലു സലാസ, മൻ റബ്ബുക മാ ദീനുക മൻ നബിയുക എന്ന ഈ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ
സംസാരിക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഒടുക്കം, അതിൻ്റെ അവസാനം മുസന്നിഫ് എന്ത് ചെയ്യുന്നുണ്ട്? ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യർ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയിലും പറയുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ആകത്തുക. ഈ ഗ്രന്ഥത്തിൻ്റെ ഈ 5 കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ വിവരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി കൊണ്ടാണ് മുസന്നിഫ് റഹിമഹുല്ല, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഇതിനെ ആരംഭിക്കുന്നത്. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ആരംഭിക്കുകയാണ്. ഇങ്ങനെ ആരംഭിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഗ്രന്ഥകാരന്മാർ പൊതുവെ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. എന്തിനാണ് അങ്ങനെ ബിസ്മി കൊണ്ട് ആരംഭിക്കുന്നത്? 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഇതിൻ്റെ ഷാരിഹ് ഷെയ്ഖ് സർഹാൻ കൊണ്ടുവരുന്നുണ്ട്. ഒന്ന്, ഇഖ്തിദാഅൻ ബി കിതാബില്ലാഹി വബിൽ അംബിയാഇ അലൈഹിമുസ്സലാം. ഒന്ന്, അള്ളാഹുവിൻ്റെ കിതാബിനെ പിന്തുടരുന്ന നിലയിലാണ്. അതേപോലെ തന്നെ അംബിയാക്കളുടെ സുന്നത്തും അതാണ്. സുലൈമാൻ അലൈഹിസ്സലാം കത്ത് എഴുതുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങിക്കൊണ്ടാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കത്തുകൾ രാജാക്കന്മാർക്കും മറ്റുമെല്ലാം അയക്കുമ്പോൾ അവിടെ ആദ്യം എന്താണ് എഴുതുന്നത്? ബിസ്മിയാണ്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പരിശുദ്ധ ഖുർആനും ഓരോ അധ്യായങ്ങളും ബിസ്മി കൊണ്ടാണ് എന്ത് ചെയ്യണത്? ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ബിസ്മി കൊണ്ട് ആരംഭിക്കുന്നു. രണ്ടാമത്തെ ഒരു കാരണം, തഅസ്സിയൻ ബിമൻ ഖബലഹു മിനൽ ഉലമാഇ വസ്സലഫി അല്ലദീന കാനത് മിൻ ആദതിഹിം ബദ്ഉ തസാനീഫിഹിം ബിൽ ബസ്മല. മുൻകഴിഞ്ഞിരിക്കുന്ന സലഫ് സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാർ, ഉലമാക്കൾ, അവരുടെയും പതിവ് ഈ രീതിയിലാണ്. പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ്, അമ്പിയാക്കളുടെ രീതി അതാണ്. അതേപോലെ തന്നെയാണ് പൂർവികരായ ഉലമാക്കളും അവരുടെ ഗ്രന്ഥങ്ങൾ തുടങ്ങിയിരിക്കുന്നത് എങ്ങനെയാണ്? ബിസ്മി കൊണ്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ബിസ്മി കൊണ്ട് ആരംഭിക്കുന്നു. മറ്റു പ്രധാനപ്പെട്ട കാര്യം, മിൻ ബാബി തബറുക്കി ബിസ്മില്ലാഹിൽ കരീം. അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ആരംഭിക്കുന്നത് മുഖേന ഉണ്ടാകുന്നതായ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ നേട്ടം കരഗതമാകാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെ നാമത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. അത് മുഖേന ഒരു വലിയ സഹായം എന്ത് ചെയ്യും? കരഗതമാകാനുണ്ട്. ബിസ്മിയുടെ ശ്രേഷ്ഠതകൾ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ശ്രേഷ്ഠതകൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ എന്ത് ചെയ്യുക? നേടിയെടുക്കുക, ഖൈറുകൾ നേടിയെടുക്കുക എന്നുള്ളതുമാണ് അതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ബിസ്മി കൊണ്ട് ആരംഭിക്കുകയാണ്. അതിനുശേഷം മുസന്നിഫ് റഹിമഹുല്ല പറയുന്നു, എ അലം റഹിമക്കല്ലാ. നമുക്ക് കഴിവിൻ്റെ പരമാവധി കഴിയുന്ന ആളുകൾ എന്ത് ചെയ്യണം? ഈ മത്തിനെ ഹിഫ്ള് ചെയ്യണം. സാധിക്കും. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമാണ് ദർസുള്ളൂ എന്നുള്ളതിനാൽ വളരെ കുറച്ചാണ് എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹിഫ്ള് ചെയ്യാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു മത്തിനാണ്. പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഹിഫ്ള് ചെയ്യാൻ സാധിക്കും. ഓരോ ദിവസവും എന്ത് ചെയ്യുക? നമ്മൾ ഈ പഠിച്ച ഭാഗം ഒരു 10 പ്രാവശ്യമോ 15 പ്രാവശ്യമോ വായിക്കുക. അത് 1-2 സെൻറ്റൻസുകൾ എന്ത് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് 2 പ്രാവശ്യം വായിച്ചാൽ തന്നെ നമ്മുടെ ഹിഫ്ളിലേക്ക് വരും. അത് ആവർത്തിച്ച് 10-20 പ്രാവശ്യം എന്ത് ചെയ്യുക? പറയുക. ഒരു ദിവസം രാവിലെ പറയുക. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാവും. അതിനുശേഷം വൈകുന്നേരം ഒന്നുകൂടി എടുത്തിട്ട് എന്ത് ചെയ്യുക? 10-15 പ്രാവശ്യം വീണ്ടും ഒന്നും കൂടി ആവർത്തിക്കുക. സ്വാഭാവികമായിട്ടും ഒരു ആഴ്ച അങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അടുത്ത ആഴ്ചത്തെ പഠിക്കാനുള്ള ഭാഗമാകുമ്പോഴത്തേക്കും ഇത് നല്ല രീതിയിൽ എന്ത് ചെയ്യും? ഹിഫ്ള് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഗ്രന്ഥം പൂർണ്ണമാകുമ്പോഴത്തേക്കും ഇൻഷാ അല്ലാഹ് ഇതിനില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ അത് ഹിഫ്ള് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഇതിൽ എന്തില്ല, ഒഴിവാക്കാനൊന്നുമില്ല. വളരെ കാമ്പായ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഇതിൽ പറയണത് വലിയ നേട്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ പറയുന്ന മത്തനുകൾ നമ്മൾ എന്ത് ചെയ്യുക? ഹിഫ്ള് ചെയ്യാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക എല്ലാവരും. അള്ളാഹു സഹായിക്കട്ടെ. അപ്പോൾ എ അലം റഹിമക്കല്ലാഹ്. എ അലം, നീ അറിയണം. ശ്രോതാക്കളെ അല്ലെങ്കിൽ വായനക്കാരെ അവരുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് എ അലം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. പൊതുവെ പരിശുദ്ധ ഖുർആനെല്ലാം ആ ശൈലി സ്വീകരിക്കുന്നുണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴാണ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക? ആളുകളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ എ അലം, നീ അറിയണം. റഹിമക്കല്ലാഹ്, അള്ളാഹു നിനക്ക് റഹ്മത്ത് നൽകട്ടെ, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ, നിനക്ക് കരുണ ചൊരിയട്ടെ പ്രാർത്ഥിക്കുകയാണ്. ഷേഖിന്റെ ഗ്രന്ഥങ്ങൾ ഇപ്രകാരമാണ് ആരംഭിക്കുന്നത്. നമ്മൾ പറഞ്ഞു, കമാ അശർന ഫിൽ മുഖദ്ദിമ, മുഖദ്ദിമയിൽ സൂചിപ്പിച്ചതുപോലെ, അന്ന മിൻ ആദത്തിൽ മുസന്നിഫി
അന്നഹു യബ്ദഉ ബിദ്ദുആഇ ലിതലബത്തിൽ ഇൽം. മുസന്നിഫ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പതിവാണ് തന്റെ ഗ്രന്ഥങ്ങൾ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്, ഇത് വായിക്കുന്നവർക്ക് പഠിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. വയസ്അലുല്ലാഹ ലഹുമുർ റഹ്മ, അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. വഫീ ഹാദാ ദലീലുൻ അലാ റഹ്മത്തി ഉലമാഇ അഹ്ലി സുന്നത്തി വൽ ജമാഅ ബിത്വലബത്തിഹിം. ഇത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ഉലമാക്കൾ വിദ്യാർത്ഥികളോട്, പൊതുജനങ്ങളോട് അവരുടെ കാരുണ്യം എത്രത്തോളം ഉണ്ട് എന്നത് പഠിപ്പിക്കുന്നുണ്ട്. അവർ ദഅവത്ത് ചെയ്യുന്നത് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടല്ല, ഭൗതികമായ ആഗ്രഹങ്ങൾക്കല്ല, ആളുകൾ നന്നാവണമെന്നുള്ള ലക്ഷ്യത്തിനാണ്. നമ്മൾ ആളുകളോട് ദഅവത്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ഗുണം കാക്ഷിക്കുക, അവര് ഹിദായത്തിലേക്ക് വരണം, അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകണം എന്നുള്ള ഗുണകാംക്ഷയാണ് കാണുന്നത്. അവര് എന്ത് ചെയ്യുക, സത്യത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തുടക്കത്തിൽ തന്നെ. ഇത് ദഅവത്തിന് മുമ്പും ദഅവത്തിന് ശേഷവും എല്ലാം നിർവഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രാർത്ഥിക്കുമായിരുന്നു അപ്രകാരം. അതേപോലെ അന്നദ്ദീനുൽ ഇസ്ലാമി മബ്നിയുൻ അസ്ലൻ അലർ റഹ്മ, ദീനുൽ ഇസ്ലാമും അടിസ്ഥാനപരമായി കാരുണ്യത്തിന്റെ മേലാണ് എന്ത് ചെയ്യപ്പെട്ടത്, നിർമ്മിക്കപ്പെട്ടത് എന്നുള്ളതും ഇത് തെളിവാണ്. അതിലേക്കും അറിയിക്കുന്നതാണിത്. അള്ളാഹുവിന്റെ റഹ്മത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ദുആ ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഈ അലം റഹിമക്കല്ലാഹ് അന്നഹു യജിബു അലൈന തഅല്ലും അർബഇ മസാഇൽ. അൽ ഊല അൽ ഇൽമു. അപ്പൊ എന്താണ് അറിയാൻ പറയുന്നത്? അന്നഹു യജിബു അലൈന, കാര്യം നമുക്ക് നിർബന്ധമാണ്, നമ്മുടെ മേൽ നിർബന്ധമാണ്. തഅല്ലും അർബഇ മസാഇൽ, 4 മസ്അലകൾ പഠിക്കൽ നമ്മുടെ മേൽ അനിവാര്യമാണ്, നിർബന്ധമാണ്. ഇത് നീ അറിയണം എന്നാണ് ഒന്നാമതായിട്ട് പറയുന്നത്. അപ്പൊ ഇതില് തുടക്കത്തിൽ പറഞ്ഞിരുന്നു 5 പാർട്ടായിട്ട് തിരിക്കുന്നതിൽ ആദ്യം പാർട്ടിൽ സംസാരിക്കുന്ന 4 മസ്അലകളാണ്. ആ 4 മസ്അലയാണ് പറയാൻ പോകുന്നത്. 4 മസ്അലകളെ സംബന്ധിച്ച് പഠിക്കൽ, തഅല്ലും എന്ന് പറയുന്നത് പഠിക്കലാണ്. പഠിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അപ്പോ ഓരോ ആളുകളും പഠിക്കണം, മനുഷ്യർ അഖിലവും പഠിക്കണം, എങ്കിലേ അവർക്ക് രക്ഷയുള്ളൂ എന്നാണ്. ഈ 4 കാര്യങ്ങൾ ആരാണോ പഠിക്കുന്നവൻ അവൻ രക്ഷപ്പെട്ടു, ആരാണോ അതിനെ ഒഴിവാക്കുന്നവൻ അവൻ പരാജയത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ ഏവരുടെയും എല്ലാവരുടെയും മേൽ നിർബന്ധമാണ് ഈ 4 കാര്യങ്ങൾ. അന്നഹു യജിബു അലൈനാ തഅല്ലുമു അർബഇ മസാഇൽ. അൽ ഊല അൽ ഇൽം, അതിൽ ഒന്നാമത്തെ കാര്യം ഏതാണ്? അൽ ഇൽമു, ഇൽമു പഠിക്കലാണ്, വിജ്ഞാനം നേടലാണ്. ഇൽമ് എന്ന് പറഞ്ഞാൽ ഹുവ മഅരിഫത്തുൽ ഹഖ് ബിദലീലിഹി, സത്യം ദലീൽ അനുസരിച്ച് തെളിവുകളോടുകൂടെ പഠിക്കുന്നതിനാണ് എന്ന് പറയാ ഇൽമ് എന്ന് പറയുന്നത്. ഒരു കാര്യം, ഒരു സത്യം നമ്മൾ തിരിച്ചറിയുന്നു, കേവലം അതിങ്ങനെയാണെന്ന് അറിയുന്നതിനപ്പുറം അതിനെന്താ ഇന്നതാണ് തെളിവ് എന്നതുകൂടി മനസ്സിലാക്കുന്നതിനാണ്, അപ്പോഴാണ് ഇൽമ് കരഗതമാക്കിയെന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുകയുള്ളൂ. അപ്പൊ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും പഠിക്കുകയും ചെയ്യുന്നതിനാണ് ഇൽമ് എന്ന് പറയുന്നത്. വദുദ്ദുഹു അൽ ജഹൽ, അതിന് നേരെ വിപരീതത്തിനാണ് എന്ത് പറയുക, ജഹൽ എന്ന് പറയാം. അവന് തെളിവുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല, അവൻ അള്ളാഹു ഏകനാണെന്ന് അറിയുന്നു, പക്ഷേ ഇൽമ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ജഹലിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ ദലീലുകൾ സ്ഥാപിക്കപ്പെട്ട് പഠിക്കുമ്പോഴാണ് ഇൽമ് യഥാവിധം കരഗതമായി എന്ന് എന്ത് ചെയ്യുക, പറയുക. അപ്പോ ഇൽമ് പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. വഹുവ, ഇവിടെ ഈ ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഅരിഫത്തുല്ലാഹ്, ഒന്നാമതായി അള്ളാഹുവിനെ കുറിച്ച് പഠിക്കലാണ്, അള്ളാഹുവിനെ അറിയലാണ്, അള്ളാഹുവിനെ സംബന്ധിച്ച മഅരിഫത്താണ്, ജ്ഞാനമാണ്. രണ്ടാമത്തേത് വമഅരിഫത്തു നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച മഅരിഫത്താണ്. അതേപോലെ വമഅരിഫത്തു ദീനിൽ ഇസ്ലാമി, ദീനിൽ ഇസ്ലാമിനെ സംബന്ധിച്ച മഅരിഫത്താണ്. ബിൽ അദില്ല, അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇതാണ് ഒന്നാമത്തെ മസ്അല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചും എന്ത് ചെയ്യുക, പഠിക്കുക, അറിയുക, മഅരിഫത്ത് ഉണ്ടാവുക. ഇതാണ് ഒരാളുടെ ജീവിത വിജയത്തിന് നിദാനമായ ഒന്നാമത്തെ കാര്യം.
ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഇത് പഠിപ്പിക്കുന്നുണ്ട്, ഇത് വിവരിക്കുന്നുണ്ട്, വളരെ ഭംഗിയായി പറയുന്നുണ്ട്. നമ്മുടെ ഷറഹിൽ നിന്നല്ല വായിക്കുന്നത്. ഷെയ്ഖ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത്, ഒരു മനുഷ്യന് ലഭിക്കുന്ന ആനന്ദങ്ങളിൽ ഏറ്റവും വലിയ ആനന്ദം, ഭൂമിയിൽ പല പല ആനന്ദങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്. അങ്ങനെ ലഭിക്കുന്ന ആനന്ദങ്ങൾ മൂന്നായിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ തിരിക്കുന്നുണ്ട്. 3 ആനന്ദങ്ങളുണ്ട്. അതിൽ ഒരു ആനന്ദം എന്ന് പറഞ്ഞാൽ ആ ആനന്ദം അനുഭവിക്കുന്നത് മുഖേന അവന് വലിയ നേട്ടങ്ങൾ ഉണ്ടാവും. ഇവിടെയും ഉണ്ടാകും, ആഖിറത്തിലും ഉണ്ടാവും. വേറൊരു ആനന്ദം എന്ന് പറഞ്ഞാൽ ആ ആനന്ദം ആസ്വദിക്കുന്നത് മുഖേന നൈമിഷികമായ ചില സുഖങ്ങൾ ചിലപ്പോൾ കിട്ടിയേക്കും. പക്ഷേ അതിനുശേഷം വരുന്നത് തീരാ നഷ്ടമായിരിക്കും, വലിയ നാശങ്ങളായിരിക്കും അവനെ കാത്തിരിക്കുന്നത്. ഹറാമുകൾ ചെയ്യുക, ശിർക്ക് ചെയ്യുക, ബിദ്അത്തുകൾ ചെയ്യുക, തെറ്റായ മോശപ്പെട്ട കാര്യങ്ങൾ കാണുക, കേൾക്കുക, ഹറാമുകളിലൂടെ പോവുക, ഇതൊരു ആസ്വാദനമാണ്. അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ വലിയ ആസ്വാദനം ഉണ്ട് അവർക്ക്. നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നെല്ലാം ആളുകൾ കാൽനടയായി ചെരുപ്പിടാതെ ശബരിമലയിലേക്കൊക്കെ നടക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. അവർക്കതിൽ വലിയ ആസ്വാദനമുണ്ട്, ആനന്ദമുണ്ട്. പക്ഷെ ആ ആനന്ദത്തിന് എന്തില്ല, അവശേഷിപ്പില്ല, അത് തീർന്നു പോകുന്നതാണ്. അതിനുശേഷം വലിയ ദുരിതമാണ് എന്ത് ചെയ്യുക, കാത്തിരിക്കുന്നത്. അതുപോലെ ഏത് നിഷിദ്ധമായ ആനന്ദങ്ങളും അങ്ങനെ തന്നെയാണ്. മൂന്നാമതൊരു ആനന്ദമുണ്ട്. ആ ആനന്ദം അനുവദനീയമായ ആനന്ദങ്ങളാണ്. അതൊരു മനുഷ്യന്റെ വിജയപരാജയങ്ങളെ എന്ത് ചെയ്യുന്നതല്ല, സ്വാധീനിക്കുന്നതല്ല. എങ്കിലും ഒരാളുടെ വലിയ സ്ഥാനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്നതാണ്. ഒരാൾക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനങ്ങൾ കരഗതമാക്കാൻ സാധിക്കണമെങ്കിൽ അനുവദനീയമായ പല ആനന്ദങ്ങളും എന്തിട്ട് വരും, മാറ്റിവെക്കുക. അനുവദനീയം തന്നെയായിരിക്കും, പക്ഷെ അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ സ്വർഗത്തിൽ വലിയ പദവികൾ നേടിയെടുക്കാൻ സാധിക്കൂല. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ വിനോദങ്ങളും എന്താണ്, അത് മോശപ്പെട്ടതാണ്. ഏതൊഴികെ ചില കാര്യങ്ങൾ നബി പറഞ്ഞു, അമ്പെയ്ത്ത്, അത് ചില നേട്ടങ്ങളുള്ള കാര്യമാണ്, ജിഹാദിന് വേണ്ടിയിട്ടുള്ള പരിശീലനമാണ്. അതേപോലെ തന്നെ കുതിര ഓട്ടം പഠിക്കൽ, ഇതുപോലെ ചില കാര്യങ്ങൾ നബി പ്രോത്സാഹിപ്പിച്ചു. അതല്ലാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, നിരുത്സാഹപ്പെടുത്തും. അപ്പോൾ പ്രയോജനകരമായ ലഹുവുകളിൽ എന്താണ്, വിനോദങ്ങളിൽ ഏർപ്പെടാം, അതല്ലാത്ത കാര്യങ്ങൾ മാറ്റിവെക്കുക. അങ്ങനെയുള്ള പ്രയോജനകരമായ അനുവദനീയമായ ആനന്ദങ്ങളിൽ ഏർപ്പെട്ടാൽ നെയ്യത്ത് നന്നാക്കുന്നത് മുഖേന എന്ത് ചെയ്യും, അത് ഒന്നാമത് പറഞ്ഞ ആനന്ദത്തിലേക്ക് എത്തും. അതിനെന്തുണ്ടാവും, പ്രതിഫലം ഉണ്ടാവും. അപ്പോൾ ഒന്നാമത് പറഞ്ഞ ആനന്ദത്തിന്റെ പ്രത്യേകത അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. അത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത് ഈ മാരിഫത്താണ്. അള്ളാഹുവിനെ അറിയലാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയലാണ്, അള്ളാഹുവിൻ്റെ കലാമിനെ അറിയലാണ്, ദീനിനെ അറിയലാണ്, അങ്ങനെ അതിനെ സ്നേഹിക്കലാണ്. അതൊരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന സന്തോഷത്തെക്കാൾ വേറെ വലിയൊരു സന്തോഷമില്ല ഭൂമിയിൽ അവന് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അതായിരിക്കും, അത് ലഭിക്കലാണ്. എല്ലാ മനുഷ്യരും അള്ളാഹുവിനെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളാണെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിക്കും, അള്ളാഹുവിൻ്റെ കലാമിനെ സ്നേഹിക്കും. അതിനെക്കുറിച്ചല്ല പറയണത്. കാരണം അള്ളാഹുവിനെ സ്നേഹിക്കാതെ എന്ത് ചെയ്യാൻ പറ്റൂല, മുസ്ലിമാവാൻ പറ്റൂല, മുഅ്മിനാവാൻ പറ്റൂല. പക്ഷെ ഈ പറയുന്ന ആനന്ദത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെയാണ്. അതിലവനെന്തുണ്ടാവും, വലിയ ആനന്ദം കണ്ടെത്താൻ സാധിക്കും. ഈ മാരിഫത്ത്, അള്ളാഹുവിനെ കുറിച്ച് യഥാവിധം അറിഞ്ഞാൽ, യഥാവിധം അവൻ സ്നേഹിച്ചാൽ അവന് വലിയ ആനന്ദം ഉണ്ടാവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നേരം ദീർഘമായി നമസ്കരിക്കുന്നു. സൂറത്തുൽ ബഖറയും ആലു ഇംറാനും നിസാവും എല്ലാം ഒരു റക്അത്തിൽ പാരായണം ചെയ്യുന്നു. അത്രയും ദീർഘമായി സുജൂദുകളും റുകൂഉകളും ചെയ്യുന്നു. ഇതെങ്ങനെ സാധിക്കും? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ്, എനിക്ക് നമസ്കാരത്തെ കണ്ണിന് കുളിർമയാക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, കൺകുളിർമയാക്കിയിരിക്കുന്നു പറഞ്ഞാൽ സ്നേഹത്തെക്കാളും വലിയ പദവിയാണെന്ത്, കണ്ണിന് കുളിർമ, ആനന്ദം ഉണ്ടാവുക. ആ ഹദീസിൽ തന്നെ നബി പറയുന്നുണ്ട്, എനിക്ക് ദുനിയാവിൽ നിന്ന് 2 കാര്യങ്ങൾ എനിക്ക് പ്രിയങ്കരമാക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് സ്ത്രീകളാണ്, അതേപോലെ തന്നെ സുഗന്ധമാണ്. എന്നിട്ട് അതിനോട് ചേർത്താണ് പറയണത്, നമസ്കാരത്തിലാണ് എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, കൺകുളിർമ നൽകിയിരിക്കുന്നത്. അപ്പോൾ ദുനിയാവിലുള്ള പല കാര്യങ്ങൾക്കും നബിക്ക് ഇഷ്ടമുണ്ട്, പക്ഷേ കണ്ണിന് കുളിർമ കിട്ടുന്നത് എവിടെയാണ്, നമസ്കാരത്തിലാണ്. അവിടെ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യലാണ്. അള്ളാഹുവിനെ അറിയുകയും
സ്നേഹിക്കുകയും ചെയ്യുക. ഇതാണ് ഒരു മനുഷ്യൻ ഭൂമിയിൽ ലഭിക്കാനുള്ള ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, ഭൂമിയിൽ ഒരു സ്വർഗമുണ്ട്, ആ സ്വർഗത്തിൽ പ്രവേശിച്ചവനാണ് നാളെ ആഖിറത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുക. ഈ സ്വർഗത്തിൽ പ്രവേശിച്ചവൻ രക്ഷപ്പെട്ടു. ഇത് ലഭിച്ച ആളുകളാണ് സലഫുകളിൽ നിന്ന് ഒന്നിലധികം ഉദ്ധരണികൾ ഒരേ ആശയത്തിൽ കാണാം. നാം നിലകൊള്ളുന്ന ഈ സന്തോഷത്തെക്കുറിച്ച് രാജാക്കന്മാരറിഞ്ഞാൽ അവർ നമ്മളോട് എന്ത് ചെയ്യുമായിരുന്നു? യുദ്ധം ചെയ്യുമായിരുന്നു. നമ്മുടെ ഈ ആനന്ദത്തെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ആനന്ദം നമ്മൾ കരഗതമാക്കണം. അതിന് ശരിയായ വിധം അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം, പരിശ്രമിക്കേണ്ടതുണ്ട്. പരിശ്രമിച്ചാലേ അള്ളാഹു നൽകുള്ളൂ. നന്നായിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കാലത്ത് നമുക്കറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അവർ ധാരാളം പരിശ്രമിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സഹായം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കും ഈ കാലത്ത് ഫിത്ന ധാരാളം വ്യാപിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ദീൻ യഥാവിധം മുറുകെ പിടിക്കുകയും അതിനെ പരിപാലിക്കുകയും ഭൗതിക നേട്ടങ്ങളൊന്നുമില്ലാതെ, ഏതെങ്കിലും ഇച്ഛകൾക്ക് വഴിപ്പെടാതെ, സങ്കുചിത താല്പര്യങ്ങളില്ലാതെ ദീൻ മുറുകെ പിടിക്കുന്ന ആളുകൾ വളരെ തുച്ഛമായി മാറിയിട്ടുണ്ട്. ആരാണോ ഇങ്ങനെ ശരിയാവിധം അഹ്ലുസുന്നയെ മുറുകെ പിടിക്കുകയും അതിനെ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും സമയം ചെലവഴിക്കുകയും സമ്പത്ത് ചെലവഴിക്കുകയും ആരോഗ്യം ചെലവഴിക്കുകയും, അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. വലിയ ജിഹാദിന്റെ ഭാഗം തന്നെയാണത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സ് കൊടുത്തിട്ട് ഇഖ്ലാസോട് കൂടിയിട്ട് എന്ത് ചെയ്യണം? പരിശ്രമിച്ചാൽ വലിയ സഹായങ്ങൾ ഉണ്ടാവും. അപ്പൊ ദുനിയാവിൽ ഒരു മനുഷ്യന് കിട്ടുന്ന വലിയ ആനന്ദം ഈ മാരിഫത്താണ്, അള്ളാഹുവിനെ അറിയലാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ആഖിറത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ആനന്ദം അള്ളാഹുവിനെ കാണലാണ്. ദുനിയാവിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ആനന്ദം അള്ളാഹുവിനെ അറിയലും സ്നേഹിക്കലുമാണ്. ആഖിറത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനന്ദം അള്ളാഹുവിനെ കാണലാണ്. സ്വർഗത്തിൽ പ്രവേശിച്ചു. അള്ളാഹുവിനെ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള അനുഗ്രഹങ്ങളെല്ലാം അവര് വിസ്മരിച്ചു പോകുന്നതാണ്. അതായിരിക്കും അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് തോന്നുക. അപ്പൊ ഈ ആനന്ദം ഇത് രണ്ടുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഭൂമിയിലാകട്ടെ ആഖിറത്തിലാകട്ടെ ആനന്ദം അള്ളാഹുവിനെ അറിയുന്നതുമായിട്ടാണ് എന്തിരിക്കുന്നത്? ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, ഇൽമാണ്, ഇൽമ നേടലാണ്. ഇൽമ നേടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറിയലാണ്, പഠിക്കലാണ്. അള്ളാഹുവിന് നല്ല തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ കാര്യം അൽ അമലു ബി. രണ്ടാമത്തെ മസ്അല ആ ഇൽമു കൊണ്ട് അമൽ ചെയ്യലാണ്. ഇതിന്റെ ഷാരിഹ് പറയുകയാണ്, ഖീല ഫീ ബയാനിൽ ഇലാഖത്തി ബൈനൽ ഇൽമി വൽ അമൽ. ഇൽമിന്റെയും അമലിന്റെയും ഇടയിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: യഹ്തിഫുൽ ഇൽമു ബിൽ അമൽ. ഇൽമ് അമലിനെ കോണ്ടാക്ട് ചെയ്തു. യഹ്തിഫു എന്ന് സാധാരണ ഫോൺ ചെയ്യുന്നതിനാണ് പറയുക. ഫഇൻ അജാബഹു വ ഇല്ലാ ഇർതഹൽ. അങ്ങനെ ഇൽമ അമലിനെ ക്ഷണിച്ചപ്പോ വിളിച്ചപ്പോ ഉത്തരം നൽകിയാൽ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. ഉത്തരം നൽകുന്നില്ല, കോൾ റിജക്ട് ചെയ്താലോ എന്ത് ചെയ്തു? കഥ കഴിഞ്ഞു. അപ്പൊ ആ ഇൽമിന് എന്തില്ല? പ്രസക്തി ഇല്ലാതെയായി മാറി. ഇൽമ പ്രസക്തി ഉള്ളതായി മാറണമെങ്കിൽ എന്ത് വേണ്ടതുണ്ട്? ഇൽമ ക്ഷണിക്കുകയാണ്, അമലിലേക്കാണ് ക്ഷണിക്കുന്നത്, അമലിലേക്ക് വിളിക്കുകയാണ്. അത് എന്ത് ചെയ്യണം? ഉത്തരം നൽകാൻ സാധിക്കണം. അല്ലെങ്കിൽ ഇർതഹൽ, എന്ത് ചെയ്യും? ഇൽമ അതിന്റെ വഴിക്ക് പോകും, അത് യാത്രയാവും, പിന്നെ എന്ത് ചെയ്യൂല? പിടിച്ചാൽ കിട്ടൂല. ഫലാ ഫായിദത ഫീ ഇൽമിൻ ഗൈരി മുഖ്തരിനിൻ ബി അമൽ. അമലുമായിട്ട് ചേർന്നതല്ലാത്ത ഇൽമിന് ഒരു ഫായിദയുമില്ല. അതുകൊണ്ട് ഒരു നേട്ടവും ഒരു മനുഷ്യന് കിട്ടാനില്ല. ഫൈദാ തഅല്ലമ വജബ അലൈഹി അൻ യഅമൽ. ഒരാൾ പഠിച്ചാൽ അതനുസരിച്ച് പ്രവർത്തിക്കൽ അവന് നിർബന്ധമാണ്. വഇല്ലാ കാന ഫീഹി ശബഹുൻ ബിൽ യഹൂദ്. അല്ലെങ്കിൽ എന്താവും? അവൻ ജൂതന്മാരെ പോലെയായി. ജൂതന്മാർക്ക് അറിവുണ്ടായിരുന്നു, അവൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നല്ല ബോധമുണ്ട്, സ്വന്തം മക്കളെക്കാൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും? ഇത് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് അവർക്ക് തിരിച്ചറിഞ്ഞിരുന്നു. മക്കളെ ഒരു പിതാവിനെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമോ അതിനേക്കാൾ വ്യക്തമായി അവർക്കറിയാമായിരുന്നു ഇതാരാണ്? അള്ളാഹുവിൽ നിന്നുള്ള ദൂതനാണ്. മൂസ അലൈഹിസ്സലാമിലേക്കും ഈസാ അലൈഹിസ്സലാമിലേക്കും നിയോഗിക്കപ്പെട്ട ജിബ്രീൽ ആണ് ഇവരിലേക്ക് വന്നിരിക്കുന്നത്. നല്ല ബോധമുണ്ടായി, പക്ഷെ എന്ത് ചെയ്തില്ല? അത് അമൽ ചെയ്യാൻ അവർ തയ്യാറായില്ല. ജൂതന്മാരെ പോലെയാവും.
ഇൻദഹും ഇൽമുൻ വലാ അമലുൻ, അവരെന്ത് ചെയ്തിരുന്നു? ഇൽമുള്ളവരായിരുന്നു, പക്ഷെ എന്ത് ചെയ്തില്ല? അമലുണ്ടായില്ല. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അറിഞ്ഞിരുന്നു, സ്വന്തം മക്കൾ അറിയുന്നത് പോലെ. വഅവ്വലു മൻ തുസഅറു ബിഹിന്നാർ സലാസ, അല്ലാഹു കാക്കട്ടെ, ആദ്യമായി നരകത്തെ ആളിക്കത്തിക്കപ്പെടുന്നത് 3 വിഭാഗത്തെ കൊണ്ടായിരിക്കും. നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളിൽ ഏറ്റവും പ്രഥമം 3 വിഭാഗമാണ്. അതിൽ ഒന്ന് ആലിമുൻ തഅല്ലമൽ ഇൽമ വലം യഅമൽ ബി, ആലിമാണ്, ഇൽമ പഠിച്ചവനാണ്, പക്ഷെ അവനെന്ത് ചെയ്തിട്ടില്ല? അതുകൊണ്ട് അമൽ ചെയ്തിട്ടില്ല, ശരിയാവിധം പണിയെടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഇഖ്ലാസോട് കൂടിയിട്ടല്ല അവൻ എന്ത് ചെയ്തത്? അതിനെ സമീപിച്ച്. എന്ന വലിയ അപകടമാണ്, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അവൻ ധാരാളം സമയം ചെലവഴിക്കുന്നു, സമ്പത്ത് ചെലവഴിക്കുന്നു, ആരോഗ്യം ചെലവഴിക്കുന്നു, വർഷങ്ങൾ ധാരാളം ചെലവഴിക്കുന്നു ഇൽമു പഠിക്കാൻ. അങ്ങനെ ഇൽമു പഠിക്കുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അവൻ നരകത്തിലേക്ക് എറിയപ്പെടുന്നു എന്ന് പറയും. വളരെ ശോചനീയമായ അവസ്ഥയാണ്, ദുഃഖകരമായ അവസ്ഥയാണ്. അപ്പോൾ ഇൽമു പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നല്ല ഇഖ്ലാസ് വേണം. അതേപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ അമലാക്കാൻ സാധിക്കണം. അമൽ ചെയ്യേണ്ട കാര്യമാണോ, ഉടനെ അമലാക്കണം. ഒരു കവി പറഞ്ഞതുപോലെ, വആലിമും ബിഇൽമിഹി ലം യഅമലൻ മുഅദ്ദബും മിൻ ഖബ്ലി ഉബ്ബാദിൽ വസൻ. ഇൽമുണ്ട്, പക്ഷേ ആ ഇൽമു കൊണ്ട് അവൻ അമൽ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ വിഗ്രഹങ്ങളെ ഇബാദത്ത് ചെയ്യുന്നവനെ ശിക്ഷിക്കപ്പെടുന്നതിനേക്കാൾ മുമ്പ് എന്ത് ചെയ്യും? ശിക്ഷിക്കപ്പെടും അവൻ. സ്വർഗത്തെ നരകത്തില് ആദ്യമായിട്ട് എറിയപ്പെടുന്നത് 3 വിഭാഗമാണ്. അതിലൊന്ന് ഈ പറഞ്ഞ ഇൽമുള്ളവരാണ്, അതുപോലെ ജിഹാദ് ചെയ്തവരുണ്ട്, അതേപോലെ തന്നെ സമ്പത്ത് ധാരാളം ചെലവഴിച്ചവരുണ്ട്. അവരെയും എന്ത് ചെയ്യും? ഇങ്ങനെ എറിയപ്പെടുമെന്നാണ്. അള്ളാഹു അതിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ. ഇതാണ് ഇപ്പൊ രണ്ടാമത്തെ മസാല, ഇൽമു പഠിക്കുക, അത് അമൽ ചെയ്യുക. മൂന്നാമത്തേത് അദ്ദഅവതു ഇലൈഹി, അതിലേക്ക് എന്ത് ചെയ്യുക? ക്ഷണിക്കുക. നമുക്ക് എത്ര മണിക്കാണ് നിർത്തണ്ടേ? സമയം ബാങ്ക് വിളിച്ചോ? ബാങ്ക് ഇഖാമത്താണ് 17 അല്ലേ? ഒന്നുകൂടി നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തെ മസാല കൂടി. മൂന്നാമത്തേത് അദ്ദഅവതു ഇലൈഹി, അതിലേക്ക് എന്ത് ചെയ്യലാണ്? ക്ഷണിക്കലാണ്. ഇതിന് പ്രധാനപ്പെട്ട ചില നിബന്ധനകളുണ്ട്, ചില ഷുറൂത്തുകളും ദവാബിത്തുകളുമുണ്ട്. ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കണമെങ്കിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, അതിൻ്റെ ചില നിബന്ധനകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അൻ തകൂന ദഅവ ഖാലിസതൻ ലിവജ്ഹില്ലാഹി തആല, ദഅവത്ത് അള്ളാഹുവിൻ്റെ വജ്ഹിനെ മാത്രം കാക്ഷിച്ചുകൊണ്ടായിരിക്കണം. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമാണ് കാക്ഷിക്കാവൂ ദഅവത്തിൽ. ഇതാണ് ഒന്നാമത്തേത്. അതിനുള്ള തെളിവ് പറയും. രണ്ടാമത്തേത് അൻ തകൂന ദഅവ മബ്നിയതൻ അലൽ ഇൽമി ശർഈ, ദഅവത്ത് ഇൽമിയായ ശർഈയായ ഇൽമിൻ്റെ മേൽ കെട്ടിപ്പടുത്തതായിരിക്കണം. നല്ല ബോധമുണ്ടായിരിക്കണം, ശരീഅത്തിൻ്റെ നിയമങ്ങളെ സംബന്ധിച്ച് ബോധമുള്ള, പഠിച്ച ഇൽമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ത് ചെയ്യുക? ദഅവത്ത് ചെയ്യേണ്ടത്. ഇത് അനിവാര്യമാണ്. ഇതാണ് രണ്ടാമത്തെ നിബന്ധന. ഒന്ന്, അത് ഇഖ്ലാസോടെ ആയിരിക്കണം. രണ്ട്, അൻ തകൂന ദഅവ മബ്നിയതൻ, ദഅവത്ത് നിർമ്മിക്കപ്പെട്ടതാകണം. എന്തിൻ്റെ മേൽ? അലൽ ഇൽമി ശർഈ, ശർഈയായ ഇൽമിൻ്റെ മേലായിരിക്കണം അതിനെ നടത്തേണ്ടത്. മൂന്നാമത്തെ അൻ തകൂന ദഅവ ബിൽ ഹിക്മത്തി വസ്സബ്ർ, നല്ല ക്ഷമ വേണം. അതേപോലെ തന്നെ നല്ല ബസീറത്ത്, ഹിക്മത്ത്, എങ്ങനെയാണ് ആളുകളെ ദഅവത്ത് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച ബോധം, മദ്ഊവീങ്ങളെ സംബന്ധിച്ച്, പ്രബോധിതരെ സംബന്ധിച്ചുള്ളതായ അറിവ്, ഇതെല്ലാം ചെയ്യും, അതിനകത്ത് പെടും. ക്ഷമ വേണം, അതേപോലെ തന്നെ ഹിക്മത്ത് വേണം. ദഅവത്ത് ചെയ്യുന്നതിൽ ഏത് കാര്യം എപ്പോഴാണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ബോധം ഉണ്ടാവുക. നാലാമത്തേത് അൻ തത്തിമ മുറാഅതു അഹ്വാലിൽ മദ്ഊവീൻ, നാലാമത്തേത് മദ്ഊവീങ്ങളുടെ, പ്രബോധിതരുടെ അവസ്ഥകളെ സംബന്ധിച്ച് അവസ്ഥകൾ പരിഗണിക്കേണ്ടതുണ്ട്. അവർക്ക് ഏത് തരം ഇൽമാണ് കൊടുക്കേണ്ടത്? പരിശുദ്ധ ഖുർആനിൽ റബ്ബാനിയകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. കൂനു റബ്ബാനിയീൻ, നിങ്ങൾ റബ്ബാനിയകളാകണം. റബ്ബാനിയകളാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനത്തിൽ പല ഉലമാക്കളും പറയുന്നത്, ആളുകൾക്ക് എന്ത് ചെയ്യുക? പഠിപ്പിക്കേണ്ട ഇൽമ് അവരുടെ ഖദറനുസരിച്ച് പഠിപ്പിക്കുക. അതിനാണ്. എന്താണോ ഒരു
ആ മനുഷ്യന്റെ അവസ്ഥ എന്താണ്, ദീനിന്റെ ഇൽമിന്റെ കാര്യത്തിൽ അവന്റെ ഖദർ എത്രയാണ്, അവനോട് എന്താണ് പറയേണ്ടത്, അവനക്ക് ആവശ്യമുള്ളത് എന്താണ്, അതനുസരിച്ച് എന്ത് ചെയ്യുക, ആളുകൾക്ക് തർബിയത്ത് കൊടുക്കുക. ഇത് ദഅവത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ഈ പറഞ്ഞ നിബന്ധനകൾക്കുള്ള തെളിവ്? അത് അള്ളാഹുവിന്റെ വാക്യമാണ്. ഖുൽ, നബിയെ താങ്കൾ പ്രഖ്യാപിക്കുക, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം എന്ന് പറയുക. അദ്ഉ ഇലല്ലാഹ്, ഞാൻ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു, വേറെ ഒന്നിലേക്കുമല്ല. ഇഖ്ലാസ് അനിവാര്യമാണ്. അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്, എന്നിലേക്കല്ല ക്ഷണിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളിലേക്കോ വ്യക്തികളിലേക്കോ കൂട്ടായ്മകളിലേക്കോ ഒന്നുമല്ല. അള്ളാഹുവിന്റെ പ്രീതി മാത്രമേ എനിക്ക് മുന്നിൽ ലക്ഷ്യമുള്ളൂ. അള്ളാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, ബസീറത്തോടുകൂടെ, നല്ല ഉൾക്കാഴ്ചയോടെ, അറിവോടെ ഞാൻ ക്ഷണിക്കുന്നത്. ഞാനും എന്നെ പിന്തുടരുന്നവരും അങ്ങനെ തന്നെയാണ്. വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ, അള്ളാഹു പരിശുദ്ധനായിരിക്കുന്നു, ഞാൻ മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനല്ല. ഈ ആയത്താണ്. ഇതില് അള്ളാഹു പറയാണ്, ഖുൽ ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം. അൽ മുഷാറു ഇലൈഹി ഹുവ മാ ജാഅ ബിഹി റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിന ശറഅ വസ്സബീലു ഹുവ ത്വരീഖ്. ഇവിടെ ഇതാണ് എൻ്റെ മാർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിരിക്കുന്ന ശരീഅത്താണ്. ഇതാണ് നമ്മുടെ വഴി. ഒരു മനുഷ്യൻ ജീവിക്കേണ്ട മാർഗം എന്താ? ഇതാണ്. അള്ളാഹു വഹയ്യായി നൽകിയിരിക്കുന്ന ഈ ശരീഅത്താണ്. അദ്ഉ ഇലല്ലാഹ് എന്ന് പറഞ്ഞാൽ അദ്ദാഇ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനാണ്. ഹുവൽ മുഖ്ലിസു അല്ലദീ യുരീദു അൻ യൂസില അന്നാസ ഇലല്ലാഹ്. ആരാണ് ഈ മുഖ്ലിസ്? അവൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ അള്ളാഹുവിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവന്റെ പ്രശസ്തിയോ അല്ലെങ്കിൽ അവനെ സംബന്ധിച്ച് ആളുകളുടെ ഇടയിൽ സംസാരിക്കപ്പെടലോ അല്ലെങ്കിൽ ആളുകൾ കൂട്ടുക, ഇതൊന്നുമല്ല അവന്റെ ലക്ഷ്യം. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിലേക്ക് ജനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് എന്ത് അവന്റെ ലക്ഷ്യം. അതായിരിക്കണം. അതാണ് പറഞ്ഞത് അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. ബസീറത്തിന്റെ മേലാകണം എന്ന് പറഞ്ഞാൽ ഹിയൽ ഇൽം, എന്താണത്? ഇൽമാണ്. അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ക്ഷണിക്കുന്നത്. ഇവിടെ ഈ ബസീറത്ത് എന്നുള്ളതിൽ പ്രധാനമായി 3 കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് ബസീറത്തോടെയുള്ള ദഅവത്താവുള്ളൂ. ഒന്ന് ശർആൻ, ശരീഅത്തിനെ സംബന്ധിച്ചുള്ള വിജ്ഞാനം വേണം. പരിശുദ്ധ ഖുർആനും സുന്നത്തും എന്താണ് പഠിപ്പിക്കുന്നത്? ശരിയായ ജ്ഞാനം യഥാവിധം കരഗതമാക്കുക എന്നുള്ളതാണ്. അതുപോലെ ഹാലിൽ മദ്ഊവുണ്ട്, പ്രബോധിതന്റെ അവസ്ഥകളെ കുറിച്ച് അറിയുക, ഇതും ഈ ബസീറത്തിന്റെ ഭാഗമാണ്. അതുപോലെ ത്വരീഖുൽ മൂസിൽ ഇലൽ മഖ്സൂദ്, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി എന്താണ്, ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത്, എന്ത് പറഞ്ഞാലാണ് ജനങ്ങൾക്ക് ഗുണമുണ്ടാവുക. ചിലപ്പോൾ കാര്യങ്ങൾ സത്യമായിരിക്കും, പക്ഷെ അത് പറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? വലിയ ഫിത്നകളായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. എന്താണോ അവന്റെ ലക്ഷ്യത്തിലേക്കായിരിക്കും എന്ത് ചെയ്യുക, എത്തിച്ചേർക്കുക. നേരെ വിപരീത ഫലമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ലക്ഷ്യത്തിലേക്ക് ഒരാൾ എത്തിച്ചേർക്കാൻ എന്താണ് പറയേണ്ടത്, ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാവുക. ഇതാണ് ബസീറത്ത് എന്ന് പറയുന്നത്. കാനൽ മുഅല്ലിഫ് റഹിമഹുല്ലാഹ് യഖൂൽ, മുഅല്ലിഫ് റഹിമഹുല്ലാഹ് പറയാണ്, ഇദാ തഅല്ലംത, നീ ഇൽമു പഠിച്ചാൽ, സുമ്മ അമിൽത, പിന്നെ നീ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ, വജബ അലൈക അൻ തസീറ അലാ മാ കാന അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സഹാബത്തു വസ്സലഫു സ്വാലിഹ്. അങ്ങനെ നീ ഇൽമു പഠിക്കുകയും അത് അനുസരിച്ച് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്താൽ നബിയും സഹാബത്തും സലഫു സ്വാലിഹീങ്ങളും സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കൽ നിന്റെ മേൽ നിർബന്ധമാണ്. അതായത് നീ എന്ത് ചെയ്യണം? ഏത് പണിയാണ് കൊടുത്തത് അത് നീയും എടുക്കണം. ഹൈതു ഖാല അല്ലാഹ്, അവിടെയാണ് അള്ളാഹു പറഞ്ഞത്, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിന്തുടരുന്നവരും എന്താണ് ഇത് ചെയ്യുന്നു. ഇതൻ ലാ ബുദ്ദ മിന ദഅവ. അപ്പൊ പിന്നെ എന്തായി മാറി? ഇൽമു പഠിച്ച ഒരാൾ, അത് ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? അത് ദഅവത്ത് ചെയ്യുക എന്നുള്ളതും നബിയെ പിന്തുടർന്ന സ്വഹാബികളും സലഫ് സ്വാലിഹീങ്ങളും ഇതാണ് ചെയ്ത പണിയാണ്. അത് ചെയ്യുക എന്നുള്ളത് ഈ ഓരോ ആളുകളുടെ മേൽ എന്തായി മാറും? ബാധ്യതയായി മാറും എന്നുള്ളതാണ്. ഇതാണ് 3ാമത്തെ മസാല, ദഅവത്ത് ചെയ്യുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് 4ാമത്തെ മസാല അടുത്ത ദർസിൽ സംസാരിക്കാം. തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, അവസാനിക്കില്ല. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാനും നല്ല തൗഫീഖ് നൽകട്ടെ.
وأقول قولي هذا وأستغفر الله لي ولكم فاستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.